അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഫുഡ് ഷവർമയാണ്. ഞങ്ങൾ ഷവർമയും അൽഫാമൊക്കെ വീട്ടിൽ തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഒന്നാമത് ഹോട്ടൽ ഫുഡിനോട് വലിയ താല്പര്യമില്ല, കഴിക്കാനല്ല കേട്ടോ, കഴിക്കാറൊക്കെ ഉണ്ട്, വല്ലപ്പോഴും മാത്രം. പിന്നെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കാറാണ് കൂടുതലും പതിവ്. ഇപ്പോൾ ഞങ്ങൾ കുറേ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ കുട്ടികളൊക്കെ കുറേ കൂടുമ്പോൾ കുട്ടികൾ ശല്യം ചെയ്യും, ഞങ്ങൾക്ക് ഷവർമ വേണം അല്ലെങ്കിൽ അൽഫാമ വേണം. അപ്പോൾ ഇതാണ് ഷവർമ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഈസ്റ്റും പഞ്ചസാരയൊക്കെ കൂടിയിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊന്നിയതിന് ശേഷം മൈദയും അതും കുറച്ച് ചൂടുവെള്ളം കൂടിയിട്ട് നന്നായിട്ട് കുഴക്കണം. അപ്പോൾ ഷവർമയുടെ വീഡിയോ ഉണ്ടാക്കാൻ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ പലർക്കും പല രീതിയിലാവുമല്ലോ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തതായി ചിക്കൻ്റെ പരിപാടി നോക്കുകയാണ്. ചിക്കനൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി. ചിക്കൻ്റെ മസാലയാണ് ഇതിൽ മെയിനായിട്ട് കേട്ടോ. അതിൽ എൻ്റെ മസാലയ്ക്ക് ഞാൻ ഒരു കുറവും പറയണില്ല. ഇതിൽ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കണവരുണ്ടാവും, പക്ഷേ ഈ മസാല അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആ മസാലകളൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ശരിക്കും എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണോ അത്രയും നമ്മുടെ മസാല അടിപൊളിയായിരിക്കും. അപ്പോൾ മസാലയിലാണ് നമ്മൾ ചുട്ടിട്ടൊന്നുമല്ലല്ലോ, എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ട്രിപ്പും കൂടി നമ്മൾ എടുത്തിട്ട് നന്നായി കുഴച്ച് ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് വെക്കണം. പിന്നെ ഇതാ ആദ്യത്തെ പോലെ തന്നെ തട്ടിപ്പൊത്തി ഒന്നുകൂടി അടച്ച് മൂടി വെക്കാം. ഇതാണ് നമ്മുടെ ഷവർമയുടെ മസാലയിൽ ആഡ് ചെയ്യാനുള്ള വെജിറ്റബിൾസ്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ടാ അരിഞ്ഞെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എത്രയും ചെറുതാക്കി അരിയണോ അത്രയും നന്നായിട്ട് കഴിക്കുമ്പോൾ ഒരു ഹാർഡായി തോന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതൊക്കെ കുറച്ച് നേരം മുന്നേ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെക്കണം. എന്ന് വെച്ചാൽ സവാളക്കൊക്കെ ഒരു എരിച്ചിലുണ്ടാവും. നമ്മൾ അപ്പോഴേക്കപ്പോൾ അരിഞ്ഞുണ്ടാക്കുമ്പോൾ സവാളയുടെ ഒക്കെ ഒരു ഇത് വരുന്നതാണ് ഞങ്ങൾ കഴിച്ച അനുഭവമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ഇതിന് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം. എന്നില്ല നമുക്ക് അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ നികത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എൻ്റേതായ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിന് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് സവാള അരിഞ്ഞിട്ടുണ്ട്. അതാ അടുത്തതായി കേബേജ്, ക്യാരറ്റ് അങ്ങനെ എല്ലാതും നന്നായി നൈസാക്കി അരിഞ്ഞിട്ട് ഇടാം. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ മല്ലിയിലയും കൂടിയിട്ട് അരിഞ്ഞിടാണ് കേട്ടോ. നമ്മൾ ഷവർമക്ക് വെയിറ്റ് ചെയ്ത് ക്ഷമ കെട്ട് ഇതാ തൽക്കാലം ബിസ്ക്കറ്റും ചായയും കഴിക്കുക കേട്ടോ. സാധാരണ ഇതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ മോനും മോളും നേഹമോളും ഷഹബാസും പിന്നെ ആളെന്നോ റെഡിയായോ അവർക്ക് ക്ഷമ കുറച്ച് കുറവാണ്. അപ്പോൾ ഇതാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ചിക്കൻ പൊരിക്കുമ്പോൾ എല്ലാവരും വരും ചിക്കൻ ടേസ്റ്റ് നോക്കാൻ. ഇപ്പോൾ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇതെന്താ വെച്ചാൽ നമുക്ക് മയോണൈസ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അത്. ഞാൻ ഉരുളക്കിഴങ്ങും പാലും വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കാറ്. എനിക്ക് മാത്രമല്ല, പൊതുവേ മുട്ട വെച്ചിട്ടുള്ള മയോണൈസ് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അതിനൊരു സ്മെല്ല് വേറെയാണ്. ആദ്യമൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാക്കിയിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ചിക്കൻ ടേസ്റ്റ് നോക്കി എല്ലാവരും നല്ല അഭിപ്രായം ആട്ടാ പറഞ്ഞത്. അതിനിപ്പോൾ അല്പം മോശമാണെങ്കിലും ആരും കുറ്റം പറയില്ല, കാരണം ചിക്കൻ അല്ലേ. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ഞാൻ ഒന്ന് ഫാനിൻ്റെ അടിയിൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്, കറണ്ട് എങ്ങാനും പോയാൽ മയോണൈസ് അടിക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാനിൻ്റെ അടി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ഷവർമയുടെ മാവ് വീണ്ടും നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അടച്ച് വെക്കണില്ല, അതെടുത്ത് ഒന്നുകൂടി നന്നായി ഇതാ റൂഫ് ടോപ്പിലിട്ടിട്ട് നന്നായി കുഴക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ കൊട്ടി ചെയ്ത് നന്നായി പ്രസ് ചെയ്തിട്ട് തന്നെ കുഴക്കുക. നമ്മൾ എത്രയും മാവ് കുഴക്കണോ അത്രയും നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിരിക്കും.
കുബൂസ് റഫായി പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുബൂസൊക്കെ നല്ല സോഫ്റ്റ് ആവുമല്ലോ, അതേപോലെ ആവണമെങ്കിൽ നന്നായി കുഴക്കുക തന്നെ വേണം. അപ്പോൾ അതാ നമ്മുടെ മയോണൈസിനുള്ള ഇൻഗ്രീഡിയൻസ് ഇടുകയാണ്. ആദ്യം വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടത്, പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചത്, ഉപ്പ്, സുർക്ക, അതൊക്കെ സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ. ലാസ്റ്റ് നമ്മളിതാ പാലിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും, ഞങ്ങൾ എണ്ണ ഉണ്ടാക്കാറ്. ഇനിയിപ്പോൾ വേറെ രീതിയിലൊക്കെ മയോണൈസ് ഉണ്ടാക്കാറുണ്ടെന്ന് വെച്ചെങ്കിൽ അപ്പോൾ നമ്മുടെ അതിൽ കമൻറ്റിലായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ അത് മയോണൈസ് അടിപൊളി മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഒരു തരി പഞ്ചസാരയും കൂടി ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് ഓപ്ഷനിലാണ്. ഇട്ടാൽ നമ്മൾ കുബൂസിലൊക്കെ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ മന്തിയിലേക്കൊന്നും പഞ്ചസാര ഇടാറില്ല, ചിലരൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതാ ചിക്കൻ ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ടിട്ട് ഒരിക്കലും ക്രഷ് ചെയ്തിടരുത്, കാരണം നമുക്ക് ആ ചിക്കൻ്റെ പീസ് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ വെജിറ്റബിൾസിൻ്റെ കൂടെ അത് അങ്ങനെ അറിയാണ്ട് പോകും. കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ച് യോജിപ്പിക്കണം. അപ്പോൾ ആ ചിക്കൻ്റെ പീസിട്ട് നന്നായി കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് നമ്മൾ അടിച്ച് വെച്ച മയോണൈസ്, അല്പം കുരുമുളകിൻ്റെ പൊടി. കുരുമുളക് എരിവിനനുസരിച്ചിട്ട് കുട്ടികളൊക്കെ വിടാന്ന് വെച്ചെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, കാരണം അവരാണല്ലോ നമ്മളെക്കാളും കൂടുതൽ കഴിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കുക. പിന്നെ നെഹ്മോള് കൂടിയുള്ള കാരണം കുറച്ച് കുരുമുളക് ചേർത്തിട്ടുള്ളൂ. പിന്നെ അല്പം ടൊമാറ്റോ സോസ്, അത് ഓപ്ഷനിലാണ്. ചിലർക്ക് ആ മധുരിപ്പ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, അല്ലെങ്കിൽ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് അടുത്ത പരിപാടി കുബൂസ് പരത്തി ചൂടുള്ള പരിപാടി കേട്ടോ. ഞാൻ ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ കുബൂസ് ചൂടാറിയതിൻ്റെ ടേസ്റ്റ് അറിയില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഉണ്ടാക്കേണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കഴിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് എന്നാൽ അത്ര പെട്ടെന്ന് ചൂടാറില്ല. പക്ഷേ ആദ്യം തന്നെ കുബൂസ് ഉണ്ടാക്കി വെക്കരുത്, ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതാ കുബൂസ് ചൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കുബൂസ് നന്നായി പൊള്ളണം. പൊള്ളില്ലെങ്കിൽ ഭയങ്കര റഫായി പോകും, നമ്മൾ എത്ര കുഴച്ചതിനൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാങ്ങുന്ന കുബൂസൊക്കെ കണ്ടില്ലേ, അങ്ങനെ സ്ലൈസായിട്ട് കിട്ടും നമുക്കത്. അപ്പോൾ അതേപോലെ അതിനെന്താ വെച്ചാൽ നമ്മൾ ആ പൊള്ളൊക്കെ അടുന്ന സമയത്ത് നന്നായിട്ട് ആ ചട്ടം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ തവ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതേപോലെ നന്നായി വെറുതെ വരും. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ കുബൂസ് ചൂടുന്നത്. ഞാനിത് വലുതാക്കി, കുബൂസിൻ്റെ വലുപ്പമല്ല ഇത്. എന്താ വെച്ചാൽ എൻ്റെ കുട്ടികളൊക്കെ 5-6 വീതം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചെറുതാക്കി ഉണ്ടാക്കാൻ അത്ര നേരം നിന്ന് ഉണ്ടാക്കണം, അതുകൊണ്ടാണ് വലുതിട്ട. പിന്നെ ഇത് ലാസ്റ്റ് കുക്കുംബർ അരിഞ്ഞിട്ടാണ്. അതെന്താ ലാസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം അരിഞ്ഞ് നമ്മളെ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടാൽ ഇതിങ്ങനെ വെള്ളം ഒഴിച്ച പോലെ ആവും. അപ്പോൾ അതാ നെഹ്മോൾ കഴിക്കുകയാണെങ്കിൽ നെഹ്മോൾക്ക് കുക്കുംബർ അരിഞ്ഞിടാനുള്ള ക്ഷമയില്ല, കുബൂസായ പാടെ അവളിരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതാ ലാസ്റ്റ് നമ്മൾ കുക്കുംബർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇതാ നമ്മുടെ കുക്കുംബർ അരിഞ്ഞു കഴിഞ്ഞു. നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട്, പിന്നെ താത്താടെ മോളും പിന്നെ അനിയനുമാണ്. അപ്പോൾ അവരിതാ വന്ന് കയറി ഞങ്ങൾക്കും ഷേബാസിനും ലൈസ് ഓറഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഭക്ഷണമൊക്കെ മേശമേതാ കൊടുന്ന് റെഡി ആയിട്ടുണ്ട്, കഴിക്കാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാ ഇന്നത്തെ ഫുഡ് ഇത് ഇവിടെ അവസാനിക്കുകയാണ്. നേഹമോടെ അഭിപ്രായം കൂടി അറിയാം. ഫുഡ് നല്ല രസമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.